TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം നിയമസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രതികൾക്ക് ഇളവ് നൽകാൻ സർക്കാർ വഴിവിട്ട് ഇടപെടുന്നുവെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷം പ്രതിപക്ഷം ഗവർണറെ കാണുന്നതിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സഭയിൽ വീണ്ടും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകിയ വിഷയം ഉയർത്താനാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? അരുൺകുമാർ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാരും CPIM സംരക്ഷണം ഒരുക്കുന്നുവെന്ന ആരോപണം ആദ്യമായിട്ടല്ല പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നേരത്തെയും അത് നിയമസഭയിൽ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി അവരെ ജയിൽ മോചിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം അത് പുറത്തു വന്നതിന് പിന്നാലെയാണ്. DGP ഏതായാലും അത്തരമൊരു തീരുമാനം എടുക്കില്ല. ജയിൽ മേധാവിയായി DGP പറഞ്ഞെങ്കിൽ പോലും അതിൽ വിശ്വാസം അർപ്പിക്കാതെയാണ് പ്രതിപക്ഷം ഇപ്പോൾ വിഷയം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് ഈ കൊലക്കേസിലെ ക്രൂരമായ കൊലപാതകം നടത്തിയ ഈ സംഘത്തിലെ 3 പ്രതികൾക്ക് ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് അവരെ ജയിൽ മോചിപ്പിക്കാൻ ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം അത് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കാൻ ആണെന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് സഭയിൽ ഇന്ന് ആ വിഷയം എത്തിക്കുന്നത്. ഏതായാലും ഇതിൽ സ്പീക്കറുടെ നിലപാട് നിർണായകമാകും. ഒപ്പം തന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ വിഷയം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വാക്പോരിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിലും. റോഷിപാൽ, ഇന്നിപ്പോൾ വീണ്ടും നിയമസഭയിലേക്ക് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്താൻ പോവുകയാണ് പ്രതിപക്ഷം. അവർ പ്രതികൾക്ക് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഇളവ് നൽകാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം.